തേങ്ങയില്ലാതെ എന്നാൽ അടിപൊളി ടേസ്റ്റിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പി പറഞ്ഞു തരട്ടെ. ഇതൊന്ന് സേവ് ചെയ്ത് വെക്കണേ, തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടേക്കാം. കടായിലോട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം 3 പച്ചമുളക്, വെളുത്തുള്ളി ഇവ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പച്ചമുളകും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു മീഡിയം സവാള നീളത്തിൽ കട്ട് ചെയ്തേക്കുന്ന കൂടെ ചേർത്ത് കൊടുക്കുക. സവാള 2-3 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതിയാവും. അതായത് ഇതിൻ്റെ കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതിയാവും. സവാള ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇനി ഉള്ളി ചെറുതായിട്ടൊന്ന് ചൂട് മാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മാറ്റാം. അതിനുശേഷം 1/4 കപ്പ് പൊട്ടുകടല, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പും കൊണ്ട് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് തരിതരിപ്പായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇതുപോലെ ഒരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് എത്രയാണോ ഗ്രേവിക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ലാസ്റ്റ് നമുക്ക് താളിച്ചും കൂടി ചേർക്കണം. അതിന് വേണ്ടിയിട്ട് എണ്ണയിലോട്ട് കടുക്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കരിവേപ്പില ഇവയെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ സ്വാദേറിയ ചട്നി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇത് സാധാരണ നമ്മൾ നാളികേരമൊക്കെ ചേർത്ത് അരയ്ക്കുന്ന ചട്നീനെക്കാട്ടിലും കുറച്ചും കൂടി ടേസ്റ്റിയാണ്. നല്ല ചൂട് ഇഡ്ഡലിയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്